വിദ്യാർത്ഥികളെ, കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് 11 അക്കൗണ്ടൻസിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്, ഈ പാഠത്തിൻ്റെ രണ്ടാം ഭാഗത്തേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. പുതിയ വീഡിയോ ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ എലമെൻറ്റ്സ് അഥവാ ആസ്പെക്ട്സുകളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അക്കൗണ്ടിങ്ങിൻ്റെ നിർവചനങ്ങൾ നമ്മൾ പരിചയപ്പെടുകയുണ്ടായി. ആ നിർവചനങ്ങളിൽ അക്കൗണ്ടിങ്ങിൻ്റെ നേച്ചർ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അക്കൗണ്ടിങ്ങിൻ്റെ സവിശേഷതകൾ, സ്വഭാവ പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തു. അപ്പോൾ ആ നിർവചനങ്ങളിൽ നിന്ന് നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ഘടകങ്ങൾ അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ സ്വഭാവ സവിശേഷതകൾ വിശദീകരിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട 4 ഘടകങ്ങളാണ് അക്കൗണ്ടിങ്ങിനുള്ളത്. ഈ 4 ഘടകങ്ങളും അക്കൗണ്ടിങ്ങിൻ്റെ നേച്ചർ അല്ലെങ്കിൽ സ്വഭാവ സവിശേഷത വിശദീകരിക്കുന്ന കാര്യങ്ങളാണ്. അക്കൗണ്ടിങ്ങിൻ്റെ 4 പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാമത്തതാണ് ഇക്കണോമിക് ഇവൻറ്റ്സ്. ഇക്കണോമിക് ഇവൻറ്റ്സ് മാത്രമാണ് അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തി വെക്കുന്നത്. അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ ഘടകം അതിൻ്റെ പ്രോസസ്സാണ്. പ്രത്യേകമായിട്ടുള്ള ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകുന്നു അക്കൗണ്ടിങ്ങിൽ. ഇടപാടുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട്, അവയെ മെഷർ ചെയ്തുകൊണ്ട്, അവയെ രേഖപ്പെടുത്തി, അവയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് അക്കൗണ്ടിങ്ങിൽ കടന്നു പോകുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ്, ഒരുപാട് പ്രവർത്തനങ്ങൾ ഉൾച്ചേരുന്ന ഒരു പ്രക്രിയയാണ് അക്കൗണ്ടിങ്. Then thirdly speaking, we are preparing accounts for various organizations. വിവിധ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നത്. So accounting is related to some organization. ഒരു ബിസിനസ് സ്ഥാപനം അല്ലെങ്കിൽ സംരംഭവുമായിട്ട് ബന്ധപ്പെട്ടാണ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. And the fourth element of accounting is interested users of information. അക്കൗണ്ടുകൾ തയ്യാറാക്കുന്ന ആർക്ക് വേണ്ടിയാണ്? ബിസിനസ്സിനകത്തും പുറത്തുമുള്ളവർക്ക് ആവശ്യമുള്ള വിവരങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയാണ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് പ്രയോജനപ്പെടുത്തുന്ന അനവധി ആൾക്കാരുണ്ട്. ബിസിനസ്സിനകത്തും പുറത്തുമുള്ളവർ അക്കൗണ്ടിങ് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അക്കൗണ്ടിങ് തീരുമാനങ്ങൾ എടുക്കുന്നതിന് പ്രയോജനപ്പെടുത്തുന്ന ആൾക്കാരെയാണ് ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് ഇൻഫർമേഷൻ, അക്കൗണ്ടിങ് വിവരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നവർ, അതിൻ്റെ ഉപയോക്താക്കൾ. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നവർ, അവരെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഉപയോക്താക്കൾ അല്ലെങ്കിൽ അക്കൗണ്ടിങ് വിവരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നവർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത്തരത്തിൽ 4 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് അക്കൗണ്ടിങ്ങിനുള്ളത്. ഓരോ ഘടകവും നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. ആദ്യമായിട്ട് ഇക്കണോമിക് ഇവൻറ്റ്സുകളെ കുറിച്ച് നമുക്ക് നോക്കാം. എന്താണ് ഇക്കണോമിക് ഇവന്റ് എന്ന് പറയുന്നത്? ഉദാഹരണമായിട്ട് ഇവിടെ 2 തരത്തിലുള്ള ഇക്കണോമിക് ഇവന്റുകളെ കുറിച്ച് പറയുന്നു: എക്സ്റ്റേണൽ ഇവന്റ്സ് ആൻഡ് ഇന്റേണൽ ഇവന്റ്സ്. എക്സ്റ്റേണൽ എന്ന് പറയുന്നത് സ്ഥാപനത്തിന് വെളിയിലുള്ള കാര്യങ്ങളാണ്, എക്സ്റ്റേണൽ ആണ്. അപ്പൊ എക്സ്റ്റേണൽ ഇവന്റ്സിന് ഉദാഹരണമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നു സെയിൽ ഓഫ് ഗുഡ്സ്, സാധനങ്ങളുടെ വിൽപ്പന. ബിസിനസ്സിൽ നിന്നും സാധനങ്ങൾ പുറമേയുള്ള ഒരാൾക്കാണ് നൽകുന്നത്. അപ്പോൾ പുറമേയുള്ള ഒരാളുമായിട്ട് നടത്തുന്ന ഇടപാടുകളെയാണ് എക്സ്റ്റേണൽ ഇവന്റ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഇന്റേണൽ ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾക്കാണ് ഇന്റേണൽ എന്ന് പറയുക. അപ്പോൾ ഇന്റേണൽ ഇവന്റ് എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് ഇഷ്യൂ റോ മെറ്റീരിയൽസ് ഫ്രം സ്റ്റോഴ്സ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്.
പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് വാങ്ങിയ സാധനങ്ങൾ സ്റ്റോറുകളിലാണ് കീപ്പ് ചെയ്യുന്നത്. സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് അവിടെ റോ മെറ്റീരിയൽസ് കൈകാര്യം ചെയ്യുന്നത്. ആ റോ മെറ്റീരിയൽസ് നമ്മുടെ സ്ഥാപനത്തിൽ തന്നെയുള്ള ആ മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെന്റിന് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് കൈമാറുന്നു. അത് സ്ഥാപനത്തിനുള്ളിൽ നടക്കുന്ന കാര്യമാണ്, ഇന്റേണൽ ഇവന്റ് ആണ്. അപ്പോൾ ഈ പറഞ്ഞതിൽ നിന്നും എന്താണ് ഇക്കണോമിക് ഇവന്റ് എന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ഇക്കണോമിക് ഇവന്റ്സ് ഒരു ബിസിനസ്സിലെ സാമ്പത്തിക കാര്യങ്ങളാണ്. പണപരമായിട്ട് പ്രസ്താവിക്കാൻ കഴിയുന്ന ബിസിനസ്സിൽ നടക്കുന്ന ഇടപാടുകളും സംഭവങ്ങളുമാണ് ഇക്കണോമിക് ഇവന്റ്സ് എന്ന് പറയുക. ബിസിനസ്സിലെ സാമ്പത്തിക കാര്യങ്ങൾ നമുക്കറിയാം. ഇത്തരം സാമ്പത്തിക കാര്യങ്ങൾ മാത്രമേ കണക്കുകളിൽ രേഖപ്പെടുത്തി വെക്കാൻ സാധിക്കുകയുള്ളൂ. ബിസിനസ് നടക്കുന്ന എല്ലാ കാര്യങ്ങളും കണക്കുകളിൽ സ്ഥാനം പിടിക്കാറില്ല, അല്ലെങ്കിൽ കണക്കുകളിൽ എഴുതി ചേർക്കാൻ സാധിക്കില്ല. പണപരമായിട്ട് പ്രസ്താവിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ, പണപരമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ കണക്കിൽ രേഖപ്പെടുത്താൻ കഴിയുകയുള്ളൂ. കാരണം കണക്കിലെല്ലാം പണത്തിന്റെ അടിസ്ഥാനത്തിലാണ് രേഖപ്പെടുത്തി വെക്കുക. അതുകൊണ്ട് പണപരമായിട്ട് മൂല്യപ്പെടുത്താൻ കഴിയുന്ന, അല്ലെങ്കിൽ പണപരമായിട്ട് മൂല്യം നിശ്ചയിക്കാൻ കഴിയുന്ന അഥവാ വില നിശ്ചയിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ കണക്കിൽ രേഖപ്പെടുത്താൻ കഴിയുകയുള്ളൂ. അങ്ങനെ പണപരമായിട്ട് പ്രസ്താവിക്കാൻ കഴിയുന്ന ഒരു ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങളെയാണ് ഇക്കണോമിക് ഇവന്റ്സ് എന്ന് പറയുക. ദ ഇവന്റ്സ് which take place in a business, which can be expressed in terms of money. ബിസിനസ്സിൽ നടക്കുന്ന പണപരമായിട്ട് പ്രസ്താവിക്കാൻ കഴിയുന്ന കാര്യങ്ങളെയാണ് ഇക്കണോമിക് ഇവന്റ്സ് എന്ന് പറയുക. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ നമ്മൾ പരിഗണിക്കുന്നത് ഏതിനെ മാത്രമാണ്? ഇക്കണോമിക് ഇവന്റ്സിനെ മാത്രമാണ്. ബിസിനസ്സിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും നമുക്ക് രേഖപ്പെടുത്താൻ പറ്റില്ല. പണപരമായിട്ട് മൂല്യം നിശ്ചയിക്കാൻ കഴിയുന്ന, പണപരമായിട്ട് വില നിശ്ചയിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ കണക്കിൽ രേഖപ്പെടുത്താൻ കഴിയുകയുള്ളൂ. അപ്പൊ ഇത്തരത്തിൽ ബിസിനസ്സിൽ സംഭവിക്കുന്ന, ബിസിനസ്സിൽ നടക്കുന്ന പണപരമായിട്ട് മൂല്യം നിശ്ചയിക്കാൻ കഴിയുന്ന കാര്യങ്ങളെയാണ് ഇക്കണോമിക് ഇവന്റ്സ് എന്ന് പറയുക. ഇക്കണോമിക് ഇവന്റ്സ് ആർ ദോസ് ഇവന്റ്സ് which take place in the business, which can be measured in terms of money. പണപരമായിട്ട് നമുക്ക് മൂല്യപ്പെടുത്താൻ കഴിയുന്ന ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങളെയാണ് ഇക്കണോമിക് ഇവന്റ്സ് എന്ന് പറയുക. ഇത്തരത്തിലുള്ള ഇക്കണോമിക് ഇവന്റ്സ് മാത്രമേ കണക്കുകളിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇക്കണോമിക് ഇവന്റ്സിനെ ബ്രോഡായിട്ട് രണ്ടായിട്ട് തരംതിരിക്കാൻ സാധിക്കും. ഇക്കണോമിക് ഇവന്റ്സ് ആർ broadly classified into two. ഒരു ബിസിനസ്സിൽ പരിഗണിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ രേഖപ്പെടുത്തുന്ന ഇക്കണോമിക് ഇവന്റ്സ് രണ്ട് തരത്തിൽ ഉണ്ടെന്ന് പറയാം. അതിലൊന്നാണ് എക്സ്റ്റേണൽ ഇവന്റ്സ്. നമ്മൾ കാണുകയുണ്ടായി, സാധനങ്ങൾ വിൽപ്പന നടത്തുന്നു, അത് എക്സ്റ്റേണൽ ഇവന്റിന് ഉദാഹരണമാണ്. സോ എക്സ്റ്റേണൽ ഇവന്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ ബിസിനസ്സിൽ വെളിയിലുള്ള ഒരാളുമായിട്ട് നടത്തുന്ന ഒരു ഇടപാടാണ്. ഉദാഹരണമായിട്ട് നമ്മൾ കണ്ടു സെയിൽ ഓഫ് ഗുഡ്സ്. സോ ദ ഇക്കണോമിക് ഇവന്റ്സ് വിച്ച് ആർ മെയ്ഡ് വിത്ത് ആൻ ഔട്ട്സൈഡർ, ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഇടപാടാണ് എക്സ്റ്റേണൽ ഇവന്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു ബിസിനസ്സിൽ നടക്കുന്ന കൂടുതൽ കാര്യങ്ങൾ എന്തായിരിക്കും? എക്സ്റ്റേണൽ ഇവന്റ്സ് ആയിരിക്കും. പുറമെയുള്ള ആൾക്കാരുമായിട്ടാണ് കൂടുതൽ ഇടപാടുകൾ ബിസിനസ്സിൽ ഉണ്ടാവുക. അപ്പോൾ എക്സ്റ്റേണൽ ഇവന്റ്സ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് വെളിയിലുള്ള ആൾക്കാരുമായിട്ട് നടത്തുന്ന ഇടപാടുകളാണ്. ദ ഇക്കണോമിക് ഇവന്റ്സ് which takes place between business and the outsiders. ബിസിനസ്സും ബിസിനസ്സിന് വെളിയിലുള്ള ആൾക്കാരും തമ്മിൽ നടത്തുന്ന ഇടപാടുകളാണ്. ഹിയർ എ തേർഡ് പാർട്ടി ഈസ് ഇൻവോൾവ്ഡ് ഇൻ സച്ച് ട്രാൻസാക്ഷൻസ്. അവിടെ പുറമേയുള്ള ഒരാൾ കൂടി ആ ഇടപാടിൽ
പകവാക്കാകുന്നു, അല്ലെങ്കിൽ ആ ഇടപാടിൽ ഉൾപ്പെടുന്നു. അങ്ങനെ ബിസിനസ് പുറമേയുള്ള ഒരാളുമായിട്ട് നടത്തുന്ന ഇടപാടുകളെയാണ് എക്സ്റ്റേണൽ ഇവന്റ്സ് എന്ന് പറയുക. ഇക്കണോമിക് ഇവന്റ്സിൽ കൂടുതലും എന്തായിരിക്കും? ഇക്കണോമിക് ഇവന്റ്സിൽ ഭൂരിപക്ഷവും എക്സ്റ്റേണൽ ഇവന്റ്സ് ആണ് ഉണ്ടാവുക. എന്നാൽ ഇന്റേണൽ ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ ക്വൈറ്റ് ഡിഫറെന്റ്. എന്താ വ്യത്യാസം? അവിടെ ബിസിനസ്സിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അവിടെ മൂന്നാമതൊരു കക്ഷി അല്ലെങ്കിൽ ബിസിനസ്സിന് വെളിയിലുള്ള ആൾക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ബിസിനസ്സിന് വെളിയിലുള്ള ആൾക്കാരുമായിട്ട് ബന്ധമില്ലാത്ത ബിസിനസ്സിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളെയാണെന്ന് പറയുക ഇന്റേണൽ ഇവന്റ്സ് എന്ന് പറയുക. വിച്ച് ടേക്ക് പ്ലേസ് വിതിൻ ദ ബിസിനസ്. ബിസിനസ്സിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അവിടെ ഒരു മൂന്നാം കക്ഷി അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി അത്തരം ഇടപാടുകളിൽ ഭാഗവാക്കാകുന്നില്ല, ഉൾപ്പെടുന്നില്ല. ഉദാഹരണമായിട്ട് നമ്മൾ കണ്ടു, റോ മെറ്റീരിയൽസ് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അവിടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൈമാറുന്നു. അപ്പോൾ സാധനങ്ങൾ വാങ്ങിയത് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് കൈകാര്യം ചെയ്യുന്നത്. ആ അസംസ്കൃത വസ്തുക്കൾ, റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ അവിടെ അത് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ വാങ്ങി സൂക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ അത് ഉൽപാദനത്തിന് വേണ്ടി വിട്ടുകൊടുക്കണം. അപ്പോൾ അവിടെ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അല്ലെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഈ സാധനങ്ങൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൈമാറുമ്പോൾ അവിടെ ബിസിനസ്സിനുള്ളിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണത്. അവയാണ് ഇന്റേണൽ ഇവന്റ്സ് എന്ന് പറയുന്നത്. ആ ഇന്റേണൽ ഇവന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം? കണക്കിൽ രേഖപ്പെടുത്തി വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരേ സമയത്ത് എക്സ്റ്റേണൽ ഇവന്റ്സും ഇന്റേണൽ ഇവന്റ്സും കണക്കുകളിൽ രേഖപ്പെടുത്തി വെക്കണം. So economic events are broadly classified into two: external events and internal events. അപ്പോൾ ഇവയ്ക്ക് രണ്ടും ഉദാഹരണങ്ങൾ നമുക്ക് കൂടുതലായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എക്സ്റ്റേണൽ ഇവന്റ്സിന് എക്സാമ്പിൾസ് ഏതൊക്കെ നമുക്ക് നോക്കാം. ഒരു ബിസിനസ്സിൽ കൂടുതലും നടക്കുന്നത് എക്സ്റ്റേണൽ ഇവന്റ്സ് ആണ്. പുറമേയുള്ള ആൾക്കാരുമായിട്ടുള്ള ഇടപാടുകളാണ് ബിസിനസ്സിൽ കൂടുതൽ നടക്കുന്നത്. എക്സ്റ്റേണൽ ഇവന്റ്സിന് ഉദാഹരണം നമുക്ക് നോക്കാം. സെയിൽ ഓഫ് ഗുഡ്സ് ടു ദ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് സാധനങ്ങൾ വിൽക്കുന്നു. സെയിൽ, വിൽപ്പന. സാധനങ്ങളുടെ വിൽപ്പന, ചരക്കുകൾ കൈമാറുന്നു, കസ്റ്റമേഴ്സിന് വിൽക്കുന്നു. സെയിൽ ഓഫ് ഗുഡ്സ് ടു ദ കസ്റ്റമേഴ്സ്. ഉപഭോക്താക്കൾക്ക് സാധനങ്ങൾ വിറ്റഴിക്കുന്നത് ഒരു എക്സ്റ്റേണൽ ഇവന്റ് ആണ്. സിമിലർലി ബൈയിങ് അസറ്റ്സ് ഫോർ ദ ബിസിനസ്. നമ്മുടെ ബിസിനസ്സിന് പല അസറ്റുകൾ വാങ്ങേണ്ടതുണ്ട്. ഉദാഹരണമായിട്ട് ഫർണിച്ചർ, ബിൽഡിങ്സ്, ലാൻഡ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇത്തരം അസറ്റുകൾ, ആസ്തി വകകൾ ബിസിനസ് വാങ്ങേണ്ടതുണ്ട്. അപ്പോൾ അത്തരം ആസ്തി വകകൾ വാങ്ങുന്നത് മറ്റൊരു ഉദാഹരണമാണ്. ആൻഡ് ഓൾസോ പർച്ചേസ് ഓഫ് മെറ്റീരിയൽസ് ഫ്രം സപ്ലയേഴ്സ്. സപ്ലയേഴ്സിൽ നിന്നും നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നു, വിൽപ്പനയ്ക്ക് വേണ്ടിയുള്ള ചരക്കുകൾ വാങ്ങുന്നു. പർച്ചേസ് ഓഫ് മെറ്റീരിയൽസ് from suppliers. It is another example of external events. Similarly, opening a bank account. സ്ഥാപനത്തിന് വേണ്ടി ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. ബാങ്ക് എന്ന് പറയുന്നത് പുറത്തുള്ള ഒരാളാണ്. അപ്പോൾ ബാങ്കുമായിട്ട് ഇടപാടുകൾ നടത്തുന്നത് ഒരു എക്സ്റ്റേണൽ ഇവന്റ് ആണ്. ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു, അല്ലെങ്കിൽ ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നു, ബാങ്കിൽ നിന്ന് പണം ബിസിനസ് ആവശ്യത്തിന് പിൻവലിക്കുന്നു. ഇത്തരം ഒരുപാട് ഇടപാടുകൾ ബാങ്കുമായിട്ട് നടത്തുന്നുണ്ട്. ആ ബാങ്ക് ഇടപാടുകളൊക്കെ എന്താണ്? എക്സ്റ്റേണൽ ഇവന്റ്സ് ഉദാഹരണമാണ്. ആൻഡ് ഓൾസോ പേയ്മെന്റ് ഓഫ് മന്ത്ലി റെന്റ് ടു ലാൻഡ് ലോഡ്സ്. ഭൂ ഉടമയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ കെട്ടിട ഉടമയ്ക്ക് മാസം റെന്റ് കൊടുക്കുന്നു, വാടക കൊടുക്കുന്നു. സോ പേയ്മെന്റ് ഓഫ് മന്ത്ലി റെന്റ് ടു ദ ലാൻഡ് ലോഡ്. ലാൻഡ് ലോഡിന്റെ കെട്ടിട ഉടമസ്ഥന് അല്ലെങ്കിൽ ആ ഭൂ ഉടമയ്ക്ക് നമ്മൾ വാടക നൽകുന്നു. These all are examples of external events. അപ്പോൾ തുടർന്ന് നമ്മൾ ഒരുപാട് എക്സ്റ്റേണൽ ഇവന്റ്സ് ആണ് കണക്കുകൾ രേഖപ്പെടുത്താൻ പോകുന്നത്. ചില ഉദാഹരണങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. സോ സം എക്സാമ്പിൾസ് ഓഫ് എക്സ്റ്റേണൽ ഇവന്റ്സ് ആർ സെയിൽ ഓഫ് ഗുഡ്സ് ടു കസ്റ്റമേഴ്സ്, ബൈയിങ് അസറ്റ്സ് ഫോർ ബിസിനസ്, പർച്ചേസ് ഓഫ് മെറ്റീരിയൽസ് ഫ്രം സപ്ലയേഴ്സ്, ഓപ്പണിംഗ് എ ബാങ്ക് അക്കൗണ്ട് ഫോർ ദ ബിസിനസ്, payment of monthly rent to the landlords. Similarly, there are so many internal events take place in a business.
ഒരു ബിസിനസ്സിൽ ആഭ്യന്തര ഇടപാടുകൾ നടക്കാറുണ്ട്. ഇന്റേണൽ ഇവന്റ്സ് ആഭ്യന്തര ഇടപാടുകളാണത്. എന്നാൽ ബാഹ്യ ഇടപാടുകളാണ് നമ്മൾ കണ്ടത് എക്സ്റ്റേണൽ ഇവന്റ്സ്. ഒരു ബിസിനസ്സിൽ കൂടുതൽ നടക്കുന്ന ഏതായിരിക്കും? എക്സ്റ്റേണൽ ഇവന്റ്സ് ആയിരിക്കും. ബാഹ്യ ഇടപാടുകളാണ് കൂടുതൽ നടക്കുന്നത്. എന്നാൽ അതേ സമയത്ത് എന്താണ്, ബിസിനസ്സിനുള്ളിൽ നടക്കുന്ന ചില ഇടപാടുകൾ ഉണ്ടാവും. അവയാണെന്ന് പറയുക ഇന്റേണൽ ഇവന്റ്സ്, ആഭ്യന്തര ഇടപാടുകൾ എന്ന് പറയും. അത്തരം ആഭ്യന്തര ഇടപാടുകൾ ബിസിനസ്സിനുള്ളിൽ മാത്രം നടക്കുന്നതാണ്. അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റും മറ്റൊരു ഡിപ്പാർട്ട്മെന്റും തമ്മിലുള്ള ഇടപാടുകളായിരിക്കാം ചിലപ്പോൾ അത്. അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി, അല്ലെങ്കിൽ ഒരു മൂന്നാം കക്ഷി, അല്ലെങ്കിൽ പുറമേ ഉള്ള ഒരാൾ ഉൾപ്പെടാത്ത ഒരു ഇടപാടായിരിക്കും അത്. അവയാണ് ഇന്റേണൽ ഇവന്റ്സ് എന്ന് പറയുന്നത്, ബാഹ്യ ഇടപാടുകൾ. നമുക്ക് ഉദാഹരണങ്ങൾ കാണാം. സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ് ബൈ ദ സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റ് ടു ദ മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ നേരത്തെ എക്സാമ്പിൾ കണ്ടു. റോ മെറ്റീരിയൽസ്, അസംസ്കൃത പദാർത്ഥങ്ങൾ സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റ്, അതായത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് അഥവാ മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൈമാറുന്നു. ഉൽപാദനം നടത്തുന്നതാണ് മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. അവരാണ് ഉൽപാദനത്തിന് ചുമതലയുള്ള വകുപ്പ്. വലിയ സ്ഥാപനങ്ങൾ നമുക്കറിയാം ഇത്തരം അനവധി വകുപ്പുകൾ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. അപ്പൊ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഉൽപാദനം നടത്തുക. അവർക്ക് ഉൽപാദനം നടത്തണമെങ്കിൽ എന്ത് വേണം? റോ മെറ്റീരിയൽസ്, അസംസ്കൃത പദാർത്ഥങ്ങൾ വേണം. ആ അസംസ്കൃത പദാർത്ഥങ്ങൾ എവിടെ നിന്ന് കിട്ടുക? മാർക്കറ്റിൽ നിന്നും. അവിടെ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അവിടെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് വാങ്ങുന്നു. അത് ആർക്ക് കൈമാറുന്നു? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും. അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റും മറ്റൊരു ഡിപ്പാർട്ട്മെന്റിൽ നടത്തുന്ന ഇടപാടുകൾ അപ്പോൾ രേഖപ്പെടുത്തി വെക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം ഇടപാടുകൾ ഇന്റേണൽ ഇവന്റ്സ് ആണ്. മോറോവർ, പേയ്മെന്റ് ഓഫ് വേജസ് ടു ദ എംപ്ലോയീസ്, ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നു. ജീവനക്കാര് അല്ലെങ്കിൽ മാനേജർമാര് അല്ലെങ്കിൽ അവിടെയുള്ള ജീവനക്കാർ എന്ന് പറയുന്നത് ബിസിനസ്സിനുള്ളിലുള്ളവരാണ്. അവരുടെ സേവനങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ശമ്പളം നൽകുന്നു അല്ലെങ്കിൽ കൂലി നൽകുന്നു. പേയ്മെന്റ് ഓഫ് വേജസ് ടു ദ എംപ്ലോയീസ്, ജീവനക്കാർക്ക് കൂലി നൽകുന്നത് ഒരു ഇന്റേണൽ ഇവന്റ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. ആൻഡ് ഓൾസോ അനദർ എക്സാമ്പിൾ, ഗുഡ്സ് ലോസ്റ്റ് ബൈ ഫയർ ഓർ തെഫ്റ്റ്, മോഷണത്തിലൂടെ, തീപിടുത്തത്തിലൂടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയി. അവിടെ ബിസിനസ്സിനുള്ളിൽ നടക്കുന്ന ഒരു കാര്യമാണത്. There is no third party involved in it. മോഷ്ടിക്കുന്നത് കള്ളനാണെങ്കിലും അവിടെ കള്ളനുമായിട്ട് നടത്തുന്ന ഒരു ഇടപാടായിട്ടാണ് അതിനെ കാണുക, അല്ല, ബിസിനസ്സിന് പറ്റിയൊരു നഷ്ടമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. അപ്പോൾ അവിടെ മോഷണത്തിലൂടെയോ തീപിടുത്തത്തിലൂടെയോ സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു. ദാറ്റ് ഈസ് അനദർ എക്സാമ്പിൾ ഓഫ് ഇന്റേണൽ ഇവന്റ്. ആഭ്യന്തര ഇടപാടിന് മറ്റൊരു ഉദാഹരണമാണ് ഗുഡ്സ് ലോസ്റ്റ് ബൈ ഫയർ ഓർ തെഫ്റ്റ്, തീപിടുത്തത്തിലൂടെ അല്ലെങ്കിൽ മോഷണത്തിലൂടെ ചരക്കുകൾ നഷ്ടപ്പെട്ടു പോവുക, സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോവുക. അനദർ എക്സാമ്പിൾ ഈസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ടു ഓണേഴ്സ്. ലാഭം ആർക്ക് അവകാശപ്പെട്ടതാ? ഉടമസ്ഥന് അവകാശപ്പെട്ടതാ. അപ്പം ബിസിനസ്സിൽ നിന്നും ഉടമസ്ഥന് ലാഭം കൊടുക്കുന്നതും എന്ത് ചെയ്യണം? കണക്കിൽ രേഖപ്പെടുത്തണം. പണപരമായിട്ട് പ്രസ്താവിക്കാൻ കഴിയുന്ന എല്ലാ ഇടപാടുകളും കണക്കിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ഓണർക്ക് ലാഭം കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെ ലാഭം ബിസിനസ്സിൽ നിന്നും ഉടമസ്ഥന് നൽകുന്നുണ്ടെങ്കിൽ അതും കണക്കിൽ എഴുതണം. എന്നാൽ ഇറ്റ് ഈസ് ആൻ ഇന്റേണൽ ഇവന്റ്, ബിസിനസ്സിനുള്ളിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഓൾസോ വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് വർഷാവസാനം വിൽക്കാതെ ബാലൻസ് ഉള്ള സാധനങ്ങളാണ്, മിച്ചമുള്ള സാധനങ്ങളാണ്, വിൽക്കാതെ മിച്ചം ഉള്ള സാധനങ്ങളാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. നമുക്കറിയാം സാധാരണ ബിസിനസ്സിൽ വർഷാവസാനം സ്റ്റോക്ക് എടുപ്പ് നടത്താറുണ്ട് അല്ലേ? വിൽക്കാത്ത എത്രമാത്രം സാധനങ്ങളുണ്ട് എന്ന് കണക്കെടുക്കാറുണ്ട്. അപ്പോൾ ആ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വില നിശ്ചയിച്ച് കണക്കിൽ എഴുതണം. കാരണം അത് വിൽക്കാതെ ബിസിനസ്സിൽ ഇരിക്കുകയാണ്. അപ്പോൾ അത് ബിസിനസ്സിന്റെ ഒരു അസറ്റാണ് വിൽക്കാതിരിക്കുന്ന സാധനം എന്ന് പറയുന്നത്. അതിനെ കണക്കിൽ വർഷാവസാനം രേഖപ്പെടുത്തണം. എങ്കിൽ മാത്രമേ കൃത്യമായിട്ട് എന്താണ് ലാഭമാണോ നഷ്ടമാണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ
ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുക, അതിനെ കണക്കിൽ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതും എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇന്റേണൽ ഇവന്റ്. ബിസിനസ്സിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ബിസിനസ്സിനുള്ളിൽ നടക്കുന്ന പുറമെയുള്ള ഒരാൾ ഉൾപ്പെടാത്ത ഇടപാടുകളെയാണെന്ന് പറയുക അവിടെ ആന്തരിക ഇടപാടുകൾ അല്ലെങ്കിൽ ഇന്റേണൽ ഇവന്റ്സ് എന്ന് പറയുക. ഉദാഹരണമാണ് നമ്മൾ കണ്ടത്, സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ് ബൈ ദ സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റ് ടു ദ മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെന്റ്, പേയ്മെന്റ് ഓഫ് വേജസ് ടു ദ എംപ്ലോയീസ്, ഗുഡ്സ് ലോസ്റ്റ് ബൈ ഫയർ ഓർ തെഫ്റ്റ്, distribution of profit to owners, and also valuation of closing stock. വീണ്ടും നമ്മൾ തുടർന്ന് അനവധി എക്സാമ്പിൾ പിന്നീട് വിവിധ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇടപാടുകളെ നമ്മൾ അല്ലെങ്കിൽ ഇക്കണോമിക് ഇവന്റ്സ്, ആ ബിസിനസ്സിൽ നടക്കുന്ന സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, അവയെ നമ്മൾ ഇന്റേണൽ ഇവന്റ്സ് എന്നും എക്സ്റ്റേണൽ ഇവന്റ്സ് എന്നും തരംതിരിച്ചു. അപ്പോൾ അക്കൗണ്ടിങ്ങിന്റെ ഒന്നാമത്തെ എലമെന്റ് ആണ്, അക്കൗണ്ടിങ്ങിന്റെ ഒന്നാമത്തെ ഘടകമാണ് അവിടെ ഇക്കണോമിക് ഇവന്റ്സ് എന്ന് പറയുന്നത്. അതിന് സെക്കൻഡ്ലി പ്രോസസ്. അക്കൗണ്ടിങ്ങിൽ ഒരു പ്രോസസ് നടക്കുന്നുണ്ട്. ആ പ്രോസസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? 4 കാര്യങ്ങൾ: ഐഡന്റിഫിക്കേഷൻ, മെഷർമെന്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇതാണ് അക്കൗണ്ടിങ് പ്രോസസ്സിൽ നടക്കുന്ന 4 കാര്യങ്ങൾ. ഇടപാടുകളെ, ബിസിനസ് നടക്കുന്ന ഇക്കണോമിക് ഇവന്റ്സിനെ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്ത്, മെഷർ ചെയ്ത്, റെക്കോർഡ് ചെയ്ത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇതാണ് അക്കൗണ്ടിങ് പ്രോസസ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ്ങിൽ നടക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് ഈ 4 കാര്യങ്ങളാണ് പ്രധാനമായും. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഐഡന്റിഫിക്കേഷൻ ഓഫ് ഇവന്റ്സ് നടത്തണം. ഇടപാടുകളെ തിരിച്ചറിയണം. രേഖപ്പെടുത്താൻ പറ്റുന്ന ഇടപാടാണോ അല്ലയോ എന്ന് തിരിച്ചറിയണം. അതാണ് ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത്, തിരിച്ചറിയുക. അതൊരു ഇക്കണോമിക് ഇവന്റ് ആണോ? ഇക്കണോമിക് ഇവന്റുകളെ മാത്രമേ കണക്കിൽ രേഖപ്പെടുത്താൻ കഴിയുള്ളൂ. അപ്പോൾ ഒരു ഇടപാടിനെ രേഖപ്പെടുത്താൻ കഴിയുന്നതാണോ എന്ന് ആദ്യം തിരിച്ചറിയണം. നമുക്കറിയാം, പണപരമായിട്ട് മൂല്യം നിശ്ചയിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് കണക്കിൽ രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, തിരിച്ചറിയണം, ഇതിനെ കണക്കിൽ എഴുതാൻ പറ്റുന്നതാണോ അല്ലയോ, ഇത് കണക്കിൽ രേഖപ്പെടുത്തേണ്ട ഇടപാടാണോ. പണപരമായിട്ട് മൂല്യം നിശ്ചയിക്കുന്ന ഇടപാടുകൾക്ക് മാത്രമേ കണക്കിൽ സ്ഥാനമുള്ളൂ, കണക്കിൽ രേഖപ്പെടുത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇടപാടുകളെ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ഈ ഇടപാട് രേഖപ്പെടുത്തണമോ? നമുക്കറിയാം, പുതുതായിട്ടൊരു മാനേജറെ അപ്പോയിന്റ് ചെയ്തു, അത് കണക്കിൽ രേഖപ്പെടുത്താൻ പറ്റുമോ? പുതിയൊരു മാനേജറെ സ്ഥാപനത്തിൽ അപ്പോയിന്റ് ചെയ്ത വിവരം അല്ലെ നിയമിച്ച കാര്യം കണക്കിൽ രേഖപ്പെടുത്താനൊന്നും സാധിക്കില്ല. അതായത് ഹ്യൂമൻ റിസോഴ്സസ് എന്നും എന്താണ്? അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്താൻ കഴിയാത്ത ഒരു അസറ്റായിട്ടാണ് നിലനിൽക്കുന്നത്. ഹ്യൂമൻ റിസോഴ്സസ്, ഒരു സ്ഥാപനത്തിലെ ജീവനക്കാർ, മനുഷ്യ വിഭവശേഷി. ആ മനുഷ്യ വിഭവശേഷിയെ അക്കൗണ്ടിങ്ങിൽ ഇന്നും രേഖപ്പെടുത്തുന്നില്ല. കാരണം വ്യക്തികളുടെ മൂല്യം നിശ്ചയിക്കാൻ സാധ്യമാണ്. ഒരു ജീവനക്കാരനെ പോസ്റ്റ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ പുതിയൊരു മാനേജറെ പോസ്റ്റ് ചെയ്തപ്പോൾ 10 ലക്ഷത്തിന്റെ ആ ജീവനക്കാരനെ അപ്പോയിന്റ് ചെയ്തെന്ന് കണക്ക് എഴുതാൻ പറ്റുമോ? ആ വ്യക്തിയുടെ മൂല്യം നമുക്ക് കണക്കിൽ പണപരമായിട്ട് പ്രസ്താവിക്കാൻ കഴിയാത്തതുകൊണ്ട് കണക്കിൽ രേഖപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഹ്യൂമൻ റിസോഴ്സസിനെ അക്കൗണ്ട് ചെയ്യാൻ പറ്റാത്തത്. എന്നാൽ സമീപകാലത്ത് നമുക്കറിയാം, ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിന് വന്നിട്ടുണ്ട്. നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് വിശദമായിട്ട് കാണാം. എങ്കിലും പൊതുവെ പറഞ്ഞാൽ എന്താണ്? പണപരമായിട്ട് മൂല്യം നിശ്ചയിക്കാൻ കഴിയാത്തത് ഒരിക്കലും കണക്കിൽ രേഖപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ ഒരു ഇടപാട് കണക്കിൽ രേഖപ്പെടുത്താൻ കഴിയുന്നതാണോ അല്ലയോ തിരിച്ചറിയണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഹ്യൂമൻ റിസോഴ്സസ് അല്ലെങ്കിൽ മാനേജ്മെന്റ് പോളിസി, നയങ്ങൾ, ഇതൊന്നും കണക്കിൽ രേഖപ്പെടുത്താൻ പറ്റുന്നവയല്ല. അപ്പോൾ ഒരു ഇടപാട് കണക്കിൽ രേഖപ്പെടുത്താൻ പറ്റുന്നതാണോ അല്ലയോ എന്ന് തിരിച്ചറിയണം. അപ്പൊ എങ്ങനെയാണ് ഒരു കാര്യം തിരിച്ചറിയുന്ന അക്കൗണ്ടന്റ്? നമുക്കറിയാം, ആ ഇടപാട് നടന്നിട്ട് രേഖയിൽ നിന്നാണ്. ആ ഇടപാടിന്റെ സ്വഭാവവും ആ ഇടപാട് ഏത് ഡേറ്റിൽ നടന്നു, എത്ര തുകയുടെ ആണ് എന്നൊക്കെ തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ അത്
രേഖപ്പെടുത്താൻ പറ്റുന്നതാണോ അല്ലയോ എന്ന് തിരിച്ചറിയണം ആദ്യം. അതാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ അതിനെ അടുത്ത ഘട്ടത്തിൽ എന്ത് ചെയ്യണം? മെഷർമെന്റ് നടത്തണം. അതിനെ മെഷർ ചെയ്യണം, അളക്കണം. എത്ര രൂപയുടെ ഇടപാടാണ്, അതിന്റെ മൂല്യം നിശ്ചയിക്കണം. എങ്ങനെയാ മൂല്യം നിശ്ചയിക്കുക? പണപരമായിട്ട്. ഇൻ മോണിറ്ററി യൂണിറ്റ്, ഇന്ത്യയിലാണെങ്കിൽ ഇൻ റുപ്പി ആൻഡ് പൈസ, രൂപയായിട്ട് പൈസയായിട്ട്. എന്നാൽ ഇപ്പോൾ നമുക്കറിയാം സമീപകാലത്ത് അക്കൗണ്ടുകളിൽ പൈസയുടെ കണക്ക് എഴുതാറില്ല. രൂപയുടെ കണക്കുകൾ മാത്രമേ ഇന്ന് കണക്കുകളിൽ സ്ഥാനം പിടിക്കാറുള്ളൂ. അതൊരു പ്രത്യേകതയാണ്. അപ്പോൾ പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ ഇവിടെ മോണിറ്ററി ടേംസിലാണ് കാര്യങ്ങളെ മെഷർ ചെയ്യുന്നത്. എത്ര രൂപയുടെ ഇടപാടാണ് നടന്നത്. അപ്പോൾ ട്രാൻസാക്ഷൻസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് മോണിറ്ററി ടേംസിലുള്ള ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യണം? മെഷർ ചെയ്യണം. അതിനെ മെഷർ ചെയ്യണം. എത്ര രൂപയുടെ ഇടപാടാണ് നടന്നത്, അതിന് മൂല്യം നിശ്ചയിക്കണം. ആ മോണിറ്ററി യൂണിറ്റിലാണ് നമുക്കറിയാം മെഷർ ചെയ്യുന്നത് നമ്മുടെ ട്രാൻസാക്ഷൻസിനെ. അതോടൊപ്പം തന്നെ മെഷർ ചെയ്ത കാര്യങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത ഘട്ടത്തിൽ റെക്കോർഡ് ചെയ്യണം, രേഖപ്പെടുത്തണം. രേഖപ്പെടുത്തുന്നത് നമുക്കറിയാം ബുക്സ് ഓഫ് അക്കൗണ്ട്സിലാണ്. പ്രധാനപ്പെട്ട ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ജേണൽ, ലെഡ്ജർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇടപാടുകൾ ആദ്യം എഴുതി വെക്കുന്ന ബുക്കിനാണെന്ന് പറയുക ജേണൽ എന്ന് പറയുക. നാൾവഴി. എന്നാൽ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ പിന്നീട് അതിനെ തരംതിരിച്ച് എഴുതി വെക്കുന്ന ബുക്കാണ് ലെഡ്ജർ. അല്ലെങ്കിൽ പേരേഡ് എന്നാണ് അതിന് മലയാളത്തിൽ പറയുക. അപ്പൊ ഇത്തരത്തിൽ നാൾവഴികളിലും പേരേഡുകളിലും ഇടപാടുകൾ രേഖപ്പെടുത്തി വെക്കേണ്ടതുണ്ട്. അപ്പൊ റെക്കോർഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണത്. ഇടപാടുകൾ തിരിച്ചറിഞ്ഞ് അതിനെ പണപരമായിട്ട് മൂല്യം എത്രയെന്ന് കണ്ടെത്തി അതിനെ റെക്കോർഡ് ചെയ്യണം. അടുത്ത ഘട്ടത്തിൽ ഇടപാടുകളെ രേഖപ്പെടുത്തി വെക്കുക. അപ്പോൾ ഇത്തരം ഇടപാടുകളെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് രേഖപ്പെടുത്തി വെക്കുന്നു. എന്നാൽ ഇന്ന് നമുക്കറിയാം മാനുവൽ അക്കൗണ്ടിങ്ങിന് പുറമെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും നിലവിൽ വന്നിരിക്കുകയാണ്. പല ബിസിനസ് സ്ഥാപനങ്ങളും കമ്പ്യൂട്ടർ ഉപയോഗിച്ചാണ് ഇത്തരം ഇടപാടുകൾ രേഖപ്പെടുത്തി വെക്കുന്നത്. അതാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ മാനുവൽ അക്കൗണ്ടിങ് അഥവാ കരകൃത അക്കൗണ്ടിങ് ആണെങ്കിലും കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള അക്കൗണ്ടിങ് ആണെങ്കിലും അവിടെ ഇത്തരം ഇടപാടുകളെ ശാസ്ത്രീയമായിട്ട് രേഖപ്പെടുത്തി വെക്കണം. അപ്പൊ രേഖപ്പെടുത്തി വെക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രീതി ഏതാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു ഡബിൾ എൻട്രി സിസ്റ്റം ആണ് അല്ലെ. ശാസ്ത്രീയ അക്കൗണ്ടിങ് രീതിയാണ് ഡബിൾ എൻട്രി സിസ്റ്റം. അപ്പൊ ആ ഡബിൾ എൻട്രി സിസ്റ്റം അനുസരിച്ച് ജേണൽ, ലെഡ്ജർ പോലെയുള്ള ബുക്കുകളിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഇത് രേഖപ്പെടുത്തി വെക്കണം ഇടപാടുകൾ. ദെൻ അടുത്ത ഘട്ടത്തിൽ അത് എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആവശ്യമായ റിപ്പോർട്ടുകളായിട്ട് ഇത് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവർക്ക് ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. വിവിധ റിപ്പോർട്ടുകളായിട്ട് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് ചിലപ്പോൾ മാനേജർമാരായിരിക്കാം, അല്ലെ ബിസിനസ്സിന് ഉടമസ്ഥരായിരിക്കാം. ഇത്തരത്തിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഈ വിവരങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ആശയവിനിമയം നടത്തണം. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ ഇത്തരം ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. 4 കാര്യങ്ങളാണ് ആ പ്രോസസ്സിൽ വരുന്നത്: ഐഡന്റിഫിക്കേഷൻ, മെഷർമെന്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇടപാടുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പണപരമായിട്ട് മൂല്യം നിശ്ചയിക്കുകയും അതിനെ രേഖപ്പെടുത്തുകയും അതിനെ ക്രോഡീകരിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള വിവരങ്ങളായിട്ട് ആവശ്യക്കാർക്ക് റിപ്പോർട്ടുകളായിട്ട് നൽകുകയും ചെയ്യണം. ഇങ്ങനെ 4 ഘട്ടങ്ങളായിട്ടാണ് അക്കൗണ്ടിങ് നടക്കുന്നത്. ഇതിനാണ് അക്കൗണ്ടിങ് പ്രോസസ്സ് എന്ന് പറയുക. അപ്പൊ അക്കൗണ്ടിങ്ങിൽ ഒരു പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ആ പ്രോസസ്സാണ് അക്കൗണ്ടിങ്ങിന്റെ 3ാമത്തെ എലമെന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എലമെന്റ് എന്ന് പറയുന്നു. ദെൻ 3ാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് അക്കൗണ്ടിങ്ങിന്റെ 3ാമത്തെ എലമെന്റ് ആണ്, അതായത് ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ടാണ് കണക്കുകൾ നമ്മൾ തയ്യാറാക്കുന്നത്. ഒരു സ്ഥാപനത്തിന്റെ കണക്കുകൾ തയ്യാറാക്കലാണ് അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ് സംരംഭമാണ്.
ബിസിനസ് എന്റർപ്രൈസ് ആണ് ഇവിടെ ഓർഗനൈസേഷൻ, ആ സ്ഥാപനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബിസിനസ് സംരംഭമാണ്, ബിസിനസ് എന്റർപ്രൈസ്. And that business enterprise may be either profit seeking or not for profit organization. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾ ഒന്ന് ലാഭേച്ഛയോടുകൂടി പ്രവർത്തിക്കുന്നതായിരിക്കും. സാധാരണ ബിസിനസ് നമുക്കറിയാം ലാഭേച്ഛയോടുകൂടി പ്രവർത്തിക്കുന്നതാണ്. സാധാരണ നമ്മൾ കാണാറുള്ള ബിസിനസ് സംരംഭങ്ങളൊക്കെയും ലാഭേച്ഛയോടുകൂടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കും. എന്നാൽ നേരെ തിരിച്ച് സ്കൂള് അല്ലെങ്കിൽ കോളേജുകൾ, ഹോസ്പിറ്റലുകൾ, അല്ലെങ്കിൽ ക്ലബ്ബുകൾ, അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ, പള്ളികൾ, അമ്പലങ്ങൾ, ഇങ്ങനെ അനവധി നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഉണ്ട്. ലാഭേച്ഛയോടുകൂടി അല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ. അവരുടെയും കണക്കുകൾ തയ്യാറാക്കണം. അവർ പണം കൈകാര്യം ചെയ്യുന്നുണ്ട്, ഇടപാടുകൾ നടത്തുന്നുണ്ട്, അത് രേഖപ്പെടുത്തണം. സ്കൂളിലെ ഇടപാടുകളൊക്കെ എന്താണ് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കണം. സ്കൂളിലേക്ക് ഫീസ് കളക്ട് ചെയ്തതും സ്കൂളിലെ ചെലവുകളൊക്കെ കണക്ക് എഴുതി വെക്കണം. അവിടെയും എന്താണ് അക്കൗണ്ടിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരേപോലെ ലാഭേച്ഛയോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലും ഇനിയും ലാഭരഹിത അല്ലെങ്കിൽ ലാഭേച്ഛ ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലും ഒരേപോലെ അക്കൗണ്ടിംഗ് പ്രസക്തമാണ്. ഇവിടെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, ഒരു എന്റർപ്രൈസ്, ഒരു സ്ഥാപനം എന്ന് പറയുന്നത് അത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനോ അല്ലെങ്കിൽ വിത്ത് പ്രോഫിറ്റ് ഓർഗനൈസേഷനോ ആവാം. An entity stands for performing business activities either for profit or not for profit. Again, it can be a sole proprietorship. അവിടെ ഒരു ബിസിനസ് സംരംഭമാണെങ്കിൽ, ബിസിനസ് സ്ഥാപനമാണെങ്കിൽ അത് ചിലപ്പോൾ എന്തായിരിക്കും, ഏകാംഗ വ്യാപാര സ്ഥാപനമായിരിക്കും. ഒറ്റയൊരാൾ മാത്രം ഉടമസ്ഥനായുള്ള ബിസിനസ്. അതിനാണ് എന്ത് പറയുക, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുക. അല്ലെങ്കിൽ പങ്കാളിത്ത സ്ഥാപനങ്ങളാവാം. രണ്ടോ അതിലധികമോ വ്യക്തികൾ കൂടി ചേർന്നുകൊണ്ട് പങ്കാളികളായിട്ട് ബിസിനസ് ആരംഭിക്കാം. അതിനാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയുക. അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടം നമ്മൾ ഒരുപാട് എന്താണ് സഹകരണ സ്ഥാപനങ്ങൾ കാണാറുണ്ട്, കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് കാണാറുണ്ട്. കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ അപ്പോൾ ബിസിനസ് സംരംഭങ്ങളാണ്. ഇനിയും വൻകിട ബിസിനസ് സംരംഭങ്ങളായുള്ള കമ്പനികൾ, കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഓഹരികളിലൂടെ ഒരുപാട് പേരിൽ നിന്ന് മൂലധനം സ്വരൂപിച്ചുകൊണ്ട് തുടങ്ങുന്ന വൻകിട സ്ഥാപനങ്ങളാണ് കമ്പനികൾ. അപ്പൊ ഇവയൊക്കെ എന്താണ് ഇവിടെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഒരു പ്രോഫിറ്റ് സീക്കിംഗ് ഓർഗനൈസേഷൻ ആവാം, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആവാം. അതോടൊപ്പം തന്നെ അവിടെ ഇത്തരത്തിലുള്ള ഏകാംഗ വ്യാപാര സ്ഥാപനങ്ങൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആവാം, പാർട്ട്ണർഷിപ്പ് ആവാം, അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളാവാം, കമ്പനികളാവാം. അതുമല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് ഹോസ്പിറ്റലുകളോ സ്കൂളുകളോ അല്ലെങ്കിൽ ക്ലബ്ബുകളോ. അപ്പോൾ അത്തരത്തിലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന റിലീജിയസ് ഓർഗനൈസേഷനുകളോ ഇവർക്കൊക്കെ എന്താണ് അക്കൗണ്ടിങ് ആവശ്യമുണ്ട്. ഇവിടെ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ആർക്ക് വേണ്ടിയാണോ കണക്ക് തയ്യാറാക്കുന്നത് ആ എൻറ്റിറ്റിയാണ്, ആ സ്ഥാപനമാണ് ഇവിടെ ഓർഗനൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അവസാനത്തെ ഘടകമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആണ്. അവിടെ തൽപര കക്ഷികൾ ഈ അക്കൗണ്ടിലുള്ള വിവരങ്ങൾ ഉപയോഗിക്കുന്ന ആ ഉപയോക്താക്കളാണ്. അത് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്നറിയപ്പെടുന്നത്. കാരണം ഇവർക്ക് വേണ്ടിയാണ് കണക്കുകൾ തയ്യാറാക്കുന്നത്. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ബിസിനസ്സിനകത്തും പുറത്തുമുള്ളവരുണ്ട്. അപ്പൊ നമുക്ക് അവയെ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാം, അല്ലെ? ബിസിനസ്സിനകത്തുള്ളവരും ബിസിനസ്സിന് പുറത്തുള്ളവരും. അതിനാണ് ഇന്റേണൽ യൂസേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് നമ്മൾ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് ഇൻഫർമേഷൻ രണ്ടായിട്ട് തിരിക്കുന്നത്. So the interested users of information can be broadly classified into two. Which are they? Internal users and external users. അവിടെ അഭ്യന്തര ഉപയോക്താക്കൾ, ഇന്റേണൽ യൂസേഴ്സ്, ബിസിനസ്സിനകത്തുള്ള അക്കൗണ്ടിങ് വിവരങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർ. ആരൊക്കെയാണ് അവര്? ആ ബിസിനസിന്റെ ഉടമസ്ഥർ, ഓണേഴ്സ്, ബിസിനസിനെ മാനേജ് ചെയ്യുന്ന ബിസിനസ് മാനേജേഴ്സ്, സ്ഥാപനത്തിലെ ജീവനക്കാർ, എംപ്ലോയീസ്. ഇവരൊക്കെയാണ് പ്രധാനമായിട്ട് ഇതിൽ വരുന്നത് ഇന്റേണൽ യൂസേഴ്സ് ആയിട്ട് വരുന്നത്. സോ ദ ഇന്റേണൽ യൂസേഴ്സ് മെയിൻലി കംപ്രൈസ് ഓഫ് ഓണേഴ്സ്,
മാനേജേഴ്സ് ആൻഡ് എംപ്ലോയീസ്. അവരെല്ലാം ബിസിനസ്സിനകത്തുള്ളവരാണ്. ബട്ട് ദ another category of users are external users, ബാഹ്യ ഉപയോക്താക്കൾ. ബിസിനസ് വെളിയിലുള്ളവർക്കും അക്കൗണ്ടിംഗ് വിവരങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നതിന് പ്രയോജനപ്രദമാണ്. അല്ലെ, തീരുമാനമെടുക്കുമ്പോൾ ആ ബിസിനസ് സംബന്ധമായുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് ബിസിനസ്സിന് വെളിയിലുള്ളവർക്കും അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ആവശ്യമുണ്ട്. അവരുടെ തീരുമാനങ്ങളെ ഈ വിവരങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. സോ ദർ ആർ എക്സ്റ്റേണൽ യൂസേഴ്സ് ഓൾസോ. ആരൊക്കെയാണ് എക്സ്റ്റേണൽ യൂസേഴ്സ്? ബിസിനസ്സിന് വെളിയിലുള്ള, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, ബിസിനസ്സിലെ അക്കൗണ്ടിംഗ് വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ ആ വിവരങ്ങൾ സമാഹരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ വിവരങ്ങളെ അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കുന്നവർ അനവധിയാണ്. സോ എക്സ്റ്റേണൽ യൂസേഴ്സിൽ പ്രധാനമായിട്ട് വരുന്നത് കസ്റ്റമേഴ്സ്, ഉപഭോക്താക്കൾ, സപ്ലയേഴ്സ്, നമ്മുടെ ബിസിനസ്സിലേക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നവർ. അത് ചിലപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കാം, ഉൽപാദകരാവാം, അല്ലെങ്കിലോ ഹോൾസെയിലേഴ്സ്, മൊത്തക്കച്ചവടക്കാർ. നമ്മൾ ചില്ലറ കച്ചവടക്കാരാണ്, റീറ്റെയിലേഴ്സ് ആണെങ്കിൽ, അവിടെ നമുക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഇവിടുന്നായിരിക്കും, ഹോൾസെയിലിൽ നിന്നായിരിക്കും. ആ മൊത്തക്കച്ചവടക്കാർ അല്ലെങ്കിൽ ഉൽപാദകർ, പ്രൊഡ്യൂസേഴ്സ് ഒക്കെ അപ്പോൾ ആരാണ്? സപ്ലയേഴ്സ് ആണ്. അപ്പോൾ സപ്ലയേഴ്സിനും എന്താണ്? ബിസിനസിന്റെ കണക്കുകൾ അറിയാൻ താല്പര്യമുണ്ട്. കാരണം കടത്തിൽ സാധനം കൊടുക്കണമെങ്കിൽ അവിടെ ലാഭകരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ്സിനെ കടം കൊടുക്കാൻ ആൾക്കാർ തയ്യാറാവുള്ളൂ. അപ്പോൾ സപ്ലയേഴ്സ് നോക്കും. ഓരോ ബിസിനസ്സിനും സാമ്പത്തിക അവസ്ഥ നോക്കിയിട്ടാണ് കടത്തിൽ സാധനം കൊടുക്കണോ വേണ്ടിയോ തീരുമാനിക്കുന്നത്, ക്രെഡിറ്റ് സെയിൽസ് നടത്തണോ വേണ്ടിയോ തീരുമാനിക്കുന്നത്. അതുപോലെ ലെൻഡേഴ്സ്, ബിസിനസ്സിലേക്ക് വായ്പ നൽകുന്ന ബാങ്കുകൾ പോലെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ധനകാര്യ സ്ഥാപനങ്ങൾ, അവരും എക്സ്റ്റേണൽ യൂസേഴ്സ് ആണ്. ദെൻ ഗവൺമെന്റ്, വേരിയസ് ഏജൻസീസ് ഓഫ് ഗവൺമെന്റ്, അത് ചിലപ്പോൾ റെഗുലേറ്ററി ഏജൻസീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ടാക്സ് അതോറിറ്റീസ് ആവാം. ഗവൺമെന്റ് ഏജൻസികൾ ബിസിനസ്സിലെ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ട് അവർക്കും. കൃത്യമായിട്ട് അവർ ടാക്സ് അടയ്ക്കുന്നുണ്ടോ? അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഗവൺമെന്റിന് അറിയണം. ഗവൺമെന്റിന്റെ പല നിയന്ത്രണ ഏജൻസികളുമുണ്ട്. ഉദാഹരണം സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, കമ്പനികളെ നിയന്ത്രിക്കുന്ന, കമ്പനികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന സമിതിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഗവൺമെന്റ് ഏജൻസികൾ, അല്ലെങ്കിൽ റെഗുലേറ്ററി ഏജൻസികൾ, സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്ന ഏജൻസികൾ, റെഗുലേറ്ററി ഏജൻസികൾ, അല്ലെങ്കിൽ ടാക്സ് അതോറിറ്റീസ്, നികുതി ഈടാക്കാൻ ഉള്ള ഗവൺമെന്റ് സമിതികൾ. അപ്പോൾ ടാക്സ് അതോറിറ്റീസ്, അതോടൊപ്പം ട്രേഡ് യൂണിയൻസ് അല്ലെങ്കിൽ ട്രേഡ് അസോസിയേഷനുകൾ, ഇവർക്കൊക്കെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമുണ്ട്. കാരണം ട്രേഡ് യൂണിയൻസിന് കൂടുതൽ ശമ്പള വർധനവ് ജീവനക്കാർക്ക് വേണ്ടി അവകാശപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ അതിനുവേണ്ടി രംഗത്തിറങ്ങണമെങ്കിൽ എന്താണ്? ബിസിനസ്സിൽ ലാഭം ഉണ്ടോ എന്ന് അറിയണം, ബിസിനസ് ലാഭകരമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയണം. അപ്പോൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ട്രേഡ് യൂണിയന് പോലും ആവശ്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ബിസിനസ്സിന് വെളിയിലുള്ള ഒരുപാട് പേർക്കും തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉപയോഗിക്കുന്നവരെ, പ്രയോജനപ്പെടുത്തുന്നവരെ നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാൻ സാധിക്കും: ഇന്റേണൽ യൂസേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ്. അവിടെ ആഭ്യന്തര ഉപയോക്താക്കൾ എന്ന് പറയുന്നത് ഓണേഴ്സ്, മാനേജേഴ്സ്, എംപ്ലോയീസ് എന്നിവരാണെങ്കിൽ, എക്സ്റ്റേണൽ യൂസേഴ്സ്, ബാഹ്യ ഉപയോക്താക്കൾ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, ലെൻഡേഴ്സ്, ബാങ്ക്സ്, ഗവൺമെന്റ്, ട്രേഡ് യൂണിയൻസ്, ഇങ്ങനെയൊക്കെയുള്ളവയാണ്. അപ്പോൾ അവിടെ ശ്രദ്ധേയമായിട്ടൊരു കാര്യം, എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ അവിടെ എന്തായി മാറി? ഇന്റേണൽ യൂസേഴ്സ് ആയി മാറി. എന്നാൽ അവരുടെ ഒരു അസോസിയേഷൻ ആണെങ്കിൽ അതെന്താണ്? എക്സ്റ്റേണൽ യൂസർ ആയിട്ടാണ് പരിഗണിക്കുക. അതുപോലെ ഓണർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്റേണൽ യൂസറാണ്. ഒരു പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ യൂസറാണ്. എന്നാൽ നേരെ തിരിച്ച് കമ്പനികളുടെ കേസിൽ അവിടെ കമ്പനിയുടെ ഷെയറിൽ പൈസ മുടക്കുന്നവരെ ഷെയർ ഹോൾഡേഴ്സ്, അവർ ഇൻവെസ്റ്റേഴ്സ് ആണ്. ആ ഇൻവെസ്റ്റേഴ്സ് അല്ലെ ഷെയർ ഹോൾഡേഴ്സിനെ എക്സ്റ്റേണൽ യൂസർ ആയിട്ടാണ് പരിഗണിക്കുന്നത്. ഈ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇത്തരം എക്സാമ്പിളുകൾ കൂടി പഠിച്ചു വെക്കുക, ഇന്റേണൽ യൂസേഴ്സിനും എക്സ്റ്റേണൽ യൂസേഴ്സിനും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് അക്കൗണ്ടിങ്ങിൻ്റെ 4 പ്രധാനപ്പെട്ട ഘടകങ്ങളെ കുറിച്ചാണ്. ദ 4 ഇമ്പോർട്ടൻ്റ് എലമെന്റ്സ്
ആസ് പെർ ദ ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ നിർവചനത്തിൽ അക്കൗണ്ടിങ്ങിന്റെ സ്വഭാവ സവിശേഷത അല്ലെങ്കിൽ നേച്ചർ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഈ 4 ഘടകങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. സോ ദീസ് ഓൾ ആർ ദ എലമെന്റ്സ്, ഘടകങ്ങൾ ഓർ ദ ആസ്പെക്ട്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണിവ. ഒന്നാമതായിട്ട് ഇക്കണോമിക് ഇവന്റ്സിനെ കുറിച്ച് നമ്മൾ കണ്ടു. കാരണം ഇക്കണോമിക് ഇവന്റ്സ് ആണ് നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നത്. ആ ഇക്കണോമിക് ഇവന്റ്സ് വേണമെങ്കിൽ ഇന്റേണൽ ഇവന്റ്സ് ആവാം, എക്സ്റ്റേണൽ ഇവന്റ്സ് ആവാം. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടു അവിടെ ഒരു പ്രോസസ് ഉണ്ട്. ഐഡന്റിഫിക്കേഷൻ, മെഷർമെന്റ്, then also recording and communication. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് ഓർഗനൈസേഷനെ കുറിച്ച് നമ്മൾ കണ്ടു. ഒരു ഓർഗനൈസേഷൻ്റെ കണക്കുകളാണ് അക്കൗണ്ടിങ്ങിൽ തയ്യാറാക്കുന്നത്. ആൻഡ് ഫൈനലി വി ഓൾസോ ഡിസ്കസ്ഡ് അബൌട്ട് ദ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ഇന്റേണൽ യൂസേഴ്സിനെ കുറിച്ചും എക്സ്റ്റേണൽ യൂസേഴ്സിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. ഇന്നത്തെ ക്ലാസ് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും വിടാം. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.